ഹലോ. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. അനിത മാഡം അല്ലേ? അതെ അതെ. തിരക്കായിരിക്കുമല്ലേ ഇപ്പോൾ സപ്ലൊക്കെ. ഞാനിത് വിളിക്കുന്നത് ആ, കുട്ടനാട്ടിൽ നിന്നാണ്. എൻ്റെ പേര് കുര്യൻ ജെ മാലു എന്നാണ്. ഞാൻ ഈ കുട്ടനാട് നേറ്റീവ്സ് എന്നുള്ള സംഘടന പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ മുൻ എച്ച് ഡി സി ബാങ്ക് മാനേജറാണ്. പിന്നെ എനിക്ക് കൃഷിയുണ്ട് ഇവിടെ കുട്ടനാട്ടിലെ. ആ, ഞാനാണ് ആ, പണ്ട് 2006 സിവിൽ സപ്ലൈസ് അതിന് പരാതി കൊടുക്കാൻ പിന്നെ ഇവിടെ ഡേറ്റ എൻട്രി മൊത്തം നടത്തിയത് ഞാനാണ് ഈ കുട്ടനാട്ടിലെ. അന്ന് ആ, ബി എസ് ആ, ന്റെ കാലത്ത്. ആ, അപ്പം ആ, ഞാൻ വിളിച്ചെന്നാ മാഡം എന്ന് വെച്ചാലേ, ഞാൻ ഇപ്പം നെല്ലിന്റെ കാശ് ആ, ഈ ഇപ്പം ആ. കാനറ ബാങ്കിൽ ഇപ്പം നിർത്തി വെച്ചു. അതോടെ SBI ഇപ്പം 29-ാം തീയതി വരെ, മാർച്ച് 29-ാം തീയതി വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പം കർഷകരെല്ലാം ഇപ്പം വളരെ മാർച്ച് അല്ല, SBI നമ്മള് ഏപ്രിൽ 22 വരെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞങ്ങളുടെ അവിടുന്ന് മെയിൽ കിട്ടുന്നില്ല. ഞങ്ങളുടെ പുളുങ്ങുന്ന ബ്രാഞ്ച് വിളിച്ചപ്പോൾ മെയിൽ അവർക്ക് കിട്ടിയിട്ടില്ല. ഏതാ ബ്രാഞ്ച് പറഞ്ഞോളൂ, ഏതാ ബ്രാഞ്ച് പറഞ്ഞോളൂ. പുളുങ്ങുന്ന ബ്രാഞ്ച്. ഒന്ന് ബ്രാഞ്ചിന്റെ പേരൊന്നും കൂടെ പറയോ, എനിക്ക് ക്ലിയർ ആയില്ല. കുട്ടനാട് താലൂക്കിലെ പുളുങ്ങുന്ന ബ്രാഞ്ച്. പുളിങ്കുന്ന്. പുളുങ്ങുന്ന്. അത് തന്നെ, പുളുങ്ങുന്നത് തന്നെ. ഞാൻ മാഡത്തെ ഇന്നലെ മറ്റേ പുളിങ്കുന്ന് ബ്രാഞ്ച് അല്ലേ, കുട്ടനാട്. കുട്ടനാട് SBI ആണോ? SBI. ഞാൻ ഇന്നലെ മാഡത്തിന് നേരിട്ട് കണ്ടപ്പം പറഞ്ഞു റീജിയണൽ ഓഫീസിൽ നിന്ന് മാർച്ച് 29 വരെ കൊടുക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളൂ. മറ്റേ മെയിൽ വരുമ്പോഴേ കൊടുക്കാൻ പറ്റുന്നു പറഞ്ഞു. പക്ഷേ കാനറ ബാങ്കിൽ 10-ാം തീയതി വരെ കൊടുക്കുന്ന, ഏപ്രിൽ 10-ാം തീയതി കൊടുക്കാൻ നിർദ്ദേശം പലരും മേടിക്കുകയും ചെയ്തു. ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കുക കാനറ ബാങ്കിൽ, പുളുങ്ങുന്ന കാനറ ബാങ്കിൽ. 22 വരെ, 21 പേ ഓർഡർ ജനറേറ്റ് ചെയ്ത് വരെ രണ്ട് ബാങ്കും കൊടുക്കുന്നുണ്ട്. SBIയും കൊടുക്കുന്നുണ്ട്, കാനറ ബാങ്കും കൊടുക്കുന്നുണ്ട്. 21 വരെ പേയ്മെന്റ് ഓർഡർ. ഏപ്രിൽ 21 വരെ. ഏപ്രിൽ 21 വരെ. എന്നാ മാഡം ഇവിടെ കൊടുക്കുന്നില്ല. പുളുങ്ങുന്ന കാനറ ബാങ്കിൽ ഇപ്പം എല്ലാവരും പേര് അവിടെ റീജിയണൽ ഓഫീസിൽ നിന്ന് വന്നില്ല. ഞാൻ റീജിയണൽ അവിടെ മാനേജർ വിളിക്കാൻ പോവാ, റീജിയണൽ മാനേജർ അജു സാറിന്. പുളിങ്ങുന്ന അതിന്റെ ഞാനൊന്ന് വിളിച്ചിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ ഇന്നലെ ഞാൻ SBIയുടെ റീജിയണൽ മാനേജർ അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടുത്തെ മാനേജർ തിരക്കാൻ തോന്നുന്നു. മനസ്സിലായോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് CPO വിളിച്ചിട്ടേ അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സോൾവ് ചെയ്യാൻ എത്രയും പെട്ടെന്ന്. കാരണം ഇത് ഞങ്ങൾ അല്ലെങ്കിൽ സമരമായിട്ട് ഞങ്ങൾ പോകേണ്ട ഗതി വരും. ഞങ്ങൾക്ക് അവിടെ SBIയുടെ കാരണം SBI ആണ് ഇപ്പം അക്കൗണ്ടാ. ഞങ്ങളൊക്കെ ഞാൻ 25-30 വർഷമായിട്ട് SBIയുടെ. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല. അറിയാലോ, അങ്ങനെ മാറിയാൽ നമുക്ക് കാനറ ബാങ്കിൽ നിന്ന് സർവീസൊന്നും കിട്ടത്തില്ല. ഞാൻ ഇച്ചിരി മാനേജറായിട്ട് അറിയാം, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ വളരെ പ്രതിഷേധമായിട്ടാണ്. അപ്പൊ മാഡം ഇതൊന്ന്, ഞാൻ ബിജു സാർ സുനിൽ സാർ എനിക്ക് കഴിഞ്ഞ വർഷം സാറേ മാഡം, ഞാൻ ഈ നെല്ലുവില കിട്ടാതെ പ്രതിഷേധിച്ച് ഇവിടെ കുട്ടനാട് താലൂക്ക് രോഗി കുത്തിരി എനിക്ക് ജയിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? ഹലോ. ഹലോ. അപ്പൊ പിന്നെ 2 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. രാജപ്പ എന്നുള്ള ആത്മഹത്യ ചെയ്തു, പിന്നെ പ്രസാദ് എന്നുള്ളത്. പിന്നെ വെങ്കിട്ടരാമൻ സാറ് കേട്ടോ, വൈഫ് എനിക്ക് നല്ല ചനാശ്ശേരിക്കാരാണ്. ഇവിടെ ആലപ്പുഴ കളക്ടറാണ്, തന്നെ നന്നായിട്ടറിയാം. വെങ്കട്ടസാമൻ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ മുഖ്യമന്ത്രിക്ക് സീമാ പോട്ടർ അയച്ചപ്പോൾ വെങ്കട്ടസാമൻ എനിക്ക് മറുപടി അയച്ചു. അന്ന് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ എനിക്ക് പക്ഷേ അദ്ദേഹത്തെ വിളിച്ച് അത് എടുക്കുന്നില്ല. മനസ്സിലായോ? ഫോൺ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ പിന്നെ ഒരു ലിമിറ്റിക്കുള്ള എങ്ങനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്ന IAS ഉദ്യോഗസ്ഥല്ല മാഡം. തിരുവനന്തപുരത്തെ മീറ്റിംഗ്. അപ്പൊ മാഡം ഒന്ന് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു. പുളുങ്ങുന്നതിലാണ് ഈ കൃഷിക്കാരുടെ സെന്റർ എന്ന് പറഞ്ഞാൽ മാഡം പുളുങ്ങുന്ന നെൽകൃഷിക്കാരുടെ സെന്റർ പുളുങ്ങുന്ന. അപ്പൊ മാഡം ഒന്ന് പുളുങ്ങുന്നാണ്. ഞങ്ങളുടെ കായൽ കൃഷിക്കാരെല്ലാം ഉള്ളതും പുളുങ്ങുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് പുളുങ്ങുന്ന. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതിഷേധത്തിൽ എല്ലാവരും ഞാൻ പറഞ്ഞ ഇതിൽ സാമ്പത്തികം ഇല്ല, ഞെട്ടോട്ട് കൊടുക്കുക മാഡം. നമ്മളുള്ള കാര്യം നമ്മൾ പറയണമല്ലോ. വിളിച്ച് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കണം. താങ്ക് യു മാഡം. ഓക്കെ.